പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് ലൈവിൽ വന്നതാ. ഹരികുമാർ പച്ച നമ്മുടെ ഫാമിലി ആണല്ലോ. നമസ്കാരം നമസ്കാരം. ശരി, ലൈവ് കാണുന്നുണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പായി. ശബ്ദവും കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മലയാളം പോലും മര്യാദയ്ക്ക് അറിയില്ലപ്പാ. അപ്പൊ തമിഴിൽ വന്നിട്ട് ആരൊക്കെയോ കമന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏതൊരു കാര്യവും നമ്മൾ മുറുക്കി പിടിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് കയ്യിൽ നിന്നും ഊർന്നു പോകും. മണൽത്തരികൾ അങ്ങനെയാണ്. നമ്മൾ ബീച്ചിലൊക്കെ പോയിരുന്നിട്ട് മണലിങ്ങനെ വാരി കയ്യിൽ മുറുക്കി പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കി നിൽക്കെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും മണ്ണ് ഊർന്ന് താഴെ പോകും. കാരണം നമ്മൾ വാരുന്ന സമയത്ത് ചെറിയ ഒരു ഈർപ്പം ഉണ്ടാകും. ചിലപ്പോൾ അടിയിൽ നിന്നാണെങ്കിൽ ഉണ്ടാകില്ല, മുകളിൽ നിന്നാണെങ്കിൽ. അപ്പോൾ ഒരല്പനേരം ഇരിക്കും. കുറച്ചുകൂടി നമ്മൾ ഇറുക്കി ഇറുക്കി പിടിക്കും തോറും അത് ഊർന്നു പോകും. എല്ലാം അങ്ങനെ തന്നെയാണ്. എന്തും അതിൻ്റെ പരിധി കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല. കുട്ടികളെ തന്നെ നോക്ക്. നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചാൽ അവർ പോകും. ഒരു വീഡിയോ ഉണ്ട്. ഒരു ചെറിയ കുട്ടി, 3 വയസ്സോ 3.5 വയസ്സ്, 4-നകത്തേ ഉള്ളൂ. അപ്പൊ ആ കുഞ്ഞിങ്ങനെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അമ്മ പറയുന്നു, എഴുതടാ. അപ്പോ കുഞ്ഞൊരു നോട്ടം. അപ്പോ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്താ അതിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? അതെ, എനിക്ക് വിഷമം വരുമ്പോ കണ്ണ് നിറയും, കണ്ണുനീര് വരും. അപ്പൊ അമ്മ പറയും, എഴുതടാ എന്ന് പറയുമ്പോഴേക്ക് കുട്ടി അങ്ങ് പൊട്ടിക്കരഞ്ഞു പോകും. എന്നിട്ട് അവൻ പറയാ, അതെ, എഴുതു മോനെ എന്ന് പറയണം. എന്നെ മോനെ എന്ന് വിളിച്ചിട്ട് പറയണം. ഡാ എഴുതടാ എന്നൊക്കെ വിളിച്ചിട്ട് നുള്ളിയും പിച്ചിയും അടിച്ചും വടിയപ്പുറത്ത് വെച്ചുമൊക്കെ നിങ്ങള് അമ്മ പഠിക്കാൻ പറഞ്ഞാല് ഞാൻ പഠിക്കില്ല, എഴുതത്തുമില്ല. മോനെ എന്ന് വിളിച്ച് കുട്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാത്തിനും ഒരു നയവും തന്ത്രവുമുണ്ട്. ഇതൊന്നുമില്ലാതെ ഒരുപാടായി ഹിന്ദുക്കളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, ക്രിസ്ത്യാനികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഈ ഭൂമിയിൽ ഇനിയും ഞങ്ങൾ മാത്രം മതി എന്ന് പ്രഖ്യാപിച്ച് മുസ്ലിങ്ങളുടെ തേരോട്ടം തുടങ്ങിയിട്ട് കുറച്ചായി. ഏറ്റവും ഒടുവിലായിട്ടിതാ വഖഫ് നിയമം. ഇനിയിപ്പോ വരാനൊരൊറ്റ നിയമമേ ഉള്ളൂ. ബാങ്കുവിളി എല്ലാ പള്ളികളിലും ഉണ്ടാകും. ഈ ബാങ്കുവിളിയുടെ ശബ്ദം കേൾക്കുന്ന അത്രയും ഭൂപരിധി ഞങ്ങൾക്കാണ്. ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന ചില പരിധിയുണ്ടല്ലോ, അവിടം വരെ ഞമ്മന്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ മാറ്റൊലി കേൾക്കാത്ത സ്ഥലങ്ങളില്ല. എല്ലാം പിടിച്ചെടുക്കാം. അങ്ങനെ കൊള്ളയടിച്ചും പിടിച്ചു പറിച്ചും കട്ടെടുത്തും വഞ്ചിച്ചുമൊക്കെ നേടിയെടുക്കുന്ന ഭൂമിയിൽ ഇരുന്ന് നിങ്ങൾ കാരുണ്യവാനും കരുണാനിധിയും അദൃശ്യജ്ഞാനിയും നീതിമാനുമായ സ്നേഹസമ്പന്നനായ അള്ളാഹുവിനെ വിളിച്ചാൽ എങ്ങനെ പഠിച്ചോൻ കേൾക്കും? എങ്ങനെയാ പഠിച്ചോനത് കേൾക്കുക? ഇനി അങ്ങനെയുള്ള ഭൂമിയിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ സ്തുതിക്കണം എന്ന് പറയുന്ന പടച്ചോനാണെങ്കിൽ എങ്ങനെയാ നിങ്ങൾക്ക് ആ പടച്ചോനെ അംഗീകരിക്കാൻ കഴിയുക? എല്ലാവർക്കും ഒരേപോലെ കൊടുക്കേണ്ടതിന് പകരം ഒരാൾക്ക് എമ്പാടും നൽകിയിട്ട് അവരുടെ പിച്ചക്കാശ് വാങ്ങിക്കൊള്ളാൻ പറയുന്ന രീതി എവിടത്തതാ? അവര് തരുന്ന നാണയത്തുട്ടുകൾ സ്വതക്കയായോ സക്കാത്തായോ നീ വാങ്ങിക്കോ, അതുകൊണ്ട് നീ നിന്റെ ജീവിതം വിശാലമാക്കിക്കോ എന്ന് പറയുന്ന പടച്ചറബിന്റെ നീതി എത്രമാത്രമുണ്ട്. അപ്പൊ ഈ ഭൂമി മുഴുവനും എന്റേതാണെന്ന് പറഞ്ഞിട്ട്, മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് ഞാനാണെന്ന് അവകാശപ്പെട്ടിട്ട്, ആകാശവും ഭൂമിയും അതിനിടയിലുള്ളത് മുഴുവനും എന്റേതാണ്, ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു അവകാശപ്പെടുന്നു. അല്ലാഹു പറയുന്നു, ഖലഖസ് സമാവാതി വൽ അർള്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അല്ലാഹു ആണ്. പിന്നെ ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് നിങ്ങളുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത തൂണുകൾ കൊണ്ട്
അള്ളാഹു ആകാശത്തെ നാട്ടി നിർത്തിയവൻ, ഭൂമി നമ്മളെയും കൊണ്ട് ഇളകാതിരിക്കുന്നതിനു വേണ്ടി ഭൂമിയുടെ മുകളിൽ പർവ്വതങ്ങളെ ആണികളാക്കി അടിച്ചു വച്ചവൻ, അപ്പൊ ഈ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ ഖുർആനിലുണ്ട്. ഈ മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ മുഴുവൻ മനുഷ്യർക്കും സന്മാർഗം നൽകാൻ അള്ളാഹു മതിയാകുമായിരുന്നു എന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നു. ഞാൻ വിചാരിച്ചാൽ എല്ലാവർക്കും സന്മാർഗം നൽകാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ഞാനത് വിചാരിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ സന്മാർഗം നൽകൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇനി അള്ളാഹു സന്മാർഗത്തിലാക്കിയ ഒരാളെ ദുർമാർഗത്തിലാക്കാനോ, അള്ളാഹു ദുർമാർഗത്തിലാക്കിയ ഒരാളെ സന്മാർഗത്തിലാക്കാനോ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന് പടച്ചോൻ പറഞ്ഞു വെക്കുന്നു. ചോദ്യം ഇതാണ്: ഹിന്ദുക്കളെ ആരാ സൃഷ്ടിച്ചേ? ക്രിസ്ത്യാനികളെ ആരാ സൃഷ്ടിച്ചത്? അവർക്ക് സന്മാർഗം നൽകൽ ആരുടെ കടമയായിരുന്നു? അല്ലാഹുവേ, നീ ശപിക്കുകയും കോപിക്കുകയും ചെയ്ത വിഭാഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആരാ ശപിച്ചത്? ആരാ വഴി പിഴപ്പിച്ചത്? ആരാ ഇബ്ലീസിനെ വഴി പിഴപ്പിച്ചിട്ട് ഇബ്ലീസ് ഉദ്ദേശിക്കുന്ന മനുഷ്യരെ മുഴുവനും വഴികേടിലാക്കി നരകം നിറയ്ക്കാൻ അനുവാദം നൽകിയത് ആരാ? മനുഷ്യരെ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് ആരാ? അല്ലാഹു. അല്ലാഹു വലഖദ് ദറഅനാ ലജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി. ഖുർആൻ പറയുന്നു, ഒരു വിഭാഗം മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വലിയ വിഭാഗത്തെ ഞാൻ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരും. അല്ലാഹു പറയാണ്, ഞാൻ വലിച്ചിഴച്ചു കൊണ്ടുവരും. അള്ളാഹുവിന് വലിച്ചിഴച്ചങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ പോരെ? അടിച്ചു തെളിച്ചം കയറ്റിയാൽ പോരായിരുന്നോ? അപ്പോൾ ഇവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അമുസ്ലിങ്ങൾ എന്ന് മുദ്ര കുത്തി കാഫിറുകൾ എന്ന് വേർതിരിച്ച് അവർ നരകത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞു വെക്കുക മാത്രമല്ല, അവരുടേതെല്ലാം പിടിച്ചെടുക്കാൻ കൂടി മുസ്ലിങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകുകയും മനക്കരുത്ത് നൽകുകയും ചെയ്ത ആ പടച്ച റബ്ബിനെ നിങ്ങൾക്ക് കാരുണ്യവാൻ എന്ന് വിളിക്കാം. ഞാനും അങ്ങനെ തന്നെ വിളിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. അത്രേ ഉള്ള കാര്യം. ഇപ്പോ ഹിന്ദുക്കൾക്ക് നേരം വെളുത്തു തുടങ്ങി. ആരാണെന്നറിയില്ല, ഒരു മഹാമനുഷ്യൻ ചില നഗ്ന സത്യങ്ങൾ, അതായത് ഭൂരിപക്ഷം പറയാൻ മടിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു. ആ മനുഷ്യൻ ഭയമില്ലാതെ. ഇവിടെ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തതും മുഗളന്മാര് ഹിന്ദുക്കളോട് ചെയ്തതും കോൺഗ്രസ്സുകാർ ഈ രാജ്യത്തോട് ചെയ്തതുമൊക്കെ എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് ഇത്തരം വാക്കുകളിലൂടെയെങ്കിലും നമുക്ക് ബോധ്യപ്പെടും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടേ, കേൾക്കാം. ന്മാരെ കൊലപ്പെടുത്തി അവരെ ആക്രമിച്ച് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ച മഹാക്ഷേത്രങ്ങളുടെ മേലെ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു ഭാരതീയ സംസ്കാരത്തെ പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വികാരം തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം മുസ്ലിമിന് ഒരു ആരാധനാലയത്തിന് വേണ്ടി ചെയ്തതല്ല ഇത്. അത് കാശിയിലാണെങ്കിലും മധുരയിലാണെങ്കിലും അയോധ്യയിലാണെങ്കിലും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഒന്ന്, സമ്പത്ത് കൊള്ളയടിക്കുക. രണ്ട്, മതപരമായ മതവിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു ഭാരതീയ സംസ്കാരത്തെ പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വികാരം തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം മുസ്ലിമിന് ഒരു ആരാധനാലയത്തിന് വേണ്ടി ചെയ്തതല്ല ഇത്. അത് കാശിയിലാണെങ്കിലും മധുരയിലാണെങ്കിലും അയോധ്യയിലാണെങ്കിലും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഒന്ന്, സമ്പത്ത് കൊള്ളയടിക്കുക. രണ്ട്, മതപരമായ അധീശത്വം അടിച്ചേൽപ്പിക്കുക. അപ്പോൾ ഒരു ഹിന്ദു സമൂഹത്തിന്റെ മേലെ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും നമ്മളുടെ മതവിശ്വാസം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക എന്ന തത്വം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പൊ ഒരു സ്വതന്ത്ര വ്യക്തി, ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവരും സ്വതന്ത്രരാണ്, അവരുടെ സമ്പത്ത് വഖഫിൻ്റെതാണെന്ന് പറയുന്നു. പിന്നീട് അയാൾ അവിടെ കുടിയേറ്റക്കാരനാണ് ഇവരവകാശപ്പെടുന്നത് മുതൽ പിന്നീട് അയാൾ അവിടെ താമസിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് വഖഫ് ബോർഡ്. നമ്മൾ ജനാധിപത്യ വിശ്വാസികളല്ലേ, നമുക്ക് എന്തിനാണ് അതുക്കും മേലെയുള്ള ശരീഅത്ത് നിയമം?
എന്ത് കാര്യമുണ്ട് നമുക്ക്? നമുക്ക് ശരീഅത്ത് നിയമമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ്. നമ്മളെ എന്തിനാണ് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ മതവും വിശ്വാസങ്ങളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതി ഒരു മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പവിത്രമായി കണക്കാക്കുന്ന ഈ സങ്കേതങ്ങളിൽ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ചുവരുകൾക്ക് മേലെ മസ്ജിദിന്റെ ഡോം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും അങ്ങനെയാണ്. മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലാണെങ്കിൽ ഈദ്ഗാഹാക്കി മാറ്റിയിരിക്കുകയാണ്. ആ ഈദ്ഗാഹിന്റെ ഉള്ളിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം. ജർമ്മനി നമുക്കറിയാം. ജർമ്മനിയിലെ എല്ലാ മതവിഭാഗങ്ങളെയും ഇവര് തന്നെ മുസ്ലിങ്ങൾ ഇവരുടെ രാജ്യത്ത് മതപരമായി പീഡനങ്ങൾ അനുഭവിച്ച സമയത്ത് 2 കരങ്ങളും കൂട്ടി സ്വീകരിച്ചവരാണ് ജർമ്മനി. എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുകയും അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുന്ന ഒരു രാജ്യവും വിശ്വാസികളും. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികൾ എമ്പാടും വന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ജർമ്മനി ചെയ്തു കൊടുത്തു. മാസം ഒരു നിശ്ചിത പൗണ്ട് അവരുടെ ചെലവിന് വേണ്ടി നൽകി, പൗരത്വം നൽകി. അവർക്ക് പള്ളി വെക്കണോ, മദ്രസകൾ ഉണ്ടാക്കണോ, ഇസ്ലാമിക സ്ഥാപനങ്ങൾ വേണോ, എല്ലാ സൗകര്യങ്ങളും, ജോലി, ബിസിനസ് സംരംഭങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തു. ഒടുവിൽ ഇവരുടെ ആരാധനാലയങ്ങളിൽ അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു. ഒരു ഞായറാഴ്ച രാവിലെ വിശ്വാസികൾ ചർച്ചിലേക്ക് വരുമ്പോൾ പുതുതായി വെള്ള പെയിന്റ് അടിച്ച ചർച്ച് മുഴുവനും അല്ലാഹു അക്ബർ എന്നും ലാ ഇലാഹ ഇല്ലല്ലാ എന്നും എഴുതി വെച്ചിരിക്കുന്നു. എന്തോ അറബി വചനങ്ങളാണ് എന്നിവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ ഇവരെ അറബി അറിയുന്ന പണ്ഡിതനെ കൊണ്ടുവന്ന് വായിച്ചു. അപ്പോൾ ഇതാണ് കിട്ടിയത്. എങ്ങനെയുണ്ട്? ഇവരെ ആട്ടിപ്പായിക്കാതെ എങ്ങനെയിരിക്കും? ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണിലെല്ലാം സ്വന്തം വ്യക്തിമുദ്രയും മതമുദ്രയും പതിപ്പിക്കണം എന്ന് നിർബന്ധിച്ചാൽ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നിൽക്കുകയാണ്. ഇത്രയും 500 വർഷമായിട്ട്, ഏതാണ്ട് ഇതെല്ലാം ഒരേ കാലഘട്ടത്തിലാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. 500 വർഷമായിട്ട് ഹിന്ദു സമൂഹം എത്ര ക്ഷമയോടുകൂടിയാണ് ഇത് സഹിച്ചത്? AD 360 സ്ഥാപിതമായ തുർക്കിയിലെ പള്ളി, ക്രിസ്ത്യൻ പള്ളി ഹാഗിയ സോഫിയ, AD 360 സ്ഥാപിച്ച എത്രയോ വർഷമായി അവർ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കഴിഞ്ഞ നാളിൽ നമ്മൾ കണ്ടു ഹാഗിയ സോഫിയ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഹാഗിയ സോഫിയ മസ്ജിദാക്കി മാറ്റി നമ്മുടെ കൺമുന്നിൽ. ഇത് ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഈ പറയുന്ന മതേതരത്വമൊന്നും ഇസ്ലാം മതമൗലികവാദികൾക്ക് ബാധകമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മൗലികവാദ മതമാണ്. അതില് ഭക്തരായ മതേതര സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെയും ഉറച്ച് പറയാൻ തയ്യാറാണ്. കാരണം ഹാഗിയ സോഫിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദിച്ച് എത്ര മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടു? കേരളത്തിൽ ഇവിടെ ഏറ്റവും വലിയ മതേതരത്വം പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഹാഗിയ സോഫിയയുടെ ഇവിടെ വഖഫിനെതിരെ ശബ്ദിക്കുമോ? ഏക സിവിൽ കോഡിന് അനുകൂലമായി ഇവര് സംസാരിക്കുമോ? മുത്തലാഖിന്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഇവർ ശബ്ദിക്കുമോ? NRCക്കെതിരെ ഇവർ ശബ്ദിക്കും, അതിനെ അനുകൂലിക്കുമോ? ഏതു മതവിഷയം വന്നാലും ഇവരിങ്ങനെയാണ്. ഇത് പറയുന്ന സമയത്ത് തന്നെ ഇതിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നിരവധി മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് ഈ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് ക്ഷേത്ര ദർശനം നടത്തുന്ന വിശ്വസിപ്പ് പുറത്തു വരുന്നു. ഇപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു ജനത ഭാരതത്തിൽ വളർന്നു വരികയാണ്. ഇത്രയും കാലം നമ്മളുടെ രാജ്യത്ത് ആവശ്യമില്ലാത്ത പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഇവിടെ ഒരു ദേശീയ മുസ്ലിം ജനവിഭാഗം ഉണ്ടായിരുന്നു. ദേശീയവാദികളായ മുസ്ലിങ്ങൾ ഉണ്ട്. ആ ദേശീയവാദികൾക്ക് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യബോധവും ധൈര്യവും വന്നു. എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ വരുന്നത് ഭാരതത്തിൽ ഇപ്പോൾ? എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ വരുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ എക്സ് മുസ്ലിം വന്നു കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം ജീവിച്ചിരിക്കില്ല. അത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. വിഗ്രഹങ്ങൾ തകർക്കുക എന്നുള്ളതും അതിന്റെ മേലെ അവരുടെ ആരാധനാലയം പണിയുക എന്നുള്ളതും ഇസ്ലാമിന്റെ പാരമ്പര്യം ആരംഭിക്കുന്ന മുഹമ്മദ് നബിയുടെ കാലത്താണ്. മുസ്ലിങ്ങൾ പവിത്രമായി കണക്കാക്കുന്ന കാബ എന്ന് പറയുന്നത് എന്താണ്? സൗദി അറേബ്യയിലെ ആദിമ ഗോത്ര സമൂഹമായിരുന്ന ഖുറൈശികൾ അവരുടെ ക്ഷേത്രമാണത്. അവരുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ അറിയാം. നബി സ്വന്തം കൈകൾ കൊണ്ട് 300-ൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത്. ഒരു വിവാദമായ പരാമർശമാണ്. 100% ഇത് ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. പരിശുദ്ധരം അവർ വിശേഷിപ്പിക്കുന്ന കാബ ഖുറൈശി ഗോത്ര സമൂഹത്തിന്റെ ക്ഷേത്രമാണ്. അതിന്റെ മേലെയാണ് മുഹമ്മദ് നബി നേരിട്ട്. അതുകൊണ്ട് ഇവിടെ ഔറംഗസേബ് ഇത് ചെയ്യുന്നതിൽ ഒരു അതിശയവുമില്ല. കാരണം ഔറംഗസേബ് മുഹമ്മദ് നബിയുടെ കാർബൺ കോപ്പിയാണ്. എന്ന് മാത്രമല്ല, ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം മാത്രമല്ലോ, പല വിഭാഗമുണ്ട്. ബലാത്സംഗം ചെയ്യാൻ വേണ്ടി, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു
യൂണിറ്റ് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഔറംഗസേബിന്റെ ഈ സൈന്യത്തില് മറ്റൊരു പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട സൈനിക വിഭാഗം ഉണ്ടായിരുന്നു. അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക, വിഗ്രഹങ്ങൾ ഉടയ്ക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഉടയ്ക്കുന്നവർക്ക് ഔറംഗസേബ് പ്രത്യേക പുരസ്കാരം കൊടുക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഒക്കെ കൊടുക്കുന്നത് പോലെ പ്രത്യേക പുരസ്കാരം കൊടുക്കുമായിരുന്നു. അത് മുത്സിഖൻ എന്ന പദവിയാണ്. മുത്സിഖൻ എന്ന് പറയുന്ന പദവിയാണ് ഇങ്ങനെ വിഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചുടയ്ക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് മതമൗലികവാദികളായ മുസ്ലിങ്ങൾ ഇപ്പോഴും കാശിയിലെ ജ്ഞാനവാ പേര് തന്നെ എന്താണ് ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ സംസ്കൃതം മുതലേ ജ്ഞാനം, അറിവ്, വാബി കിണർ. ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ അറിവിന്റെ കിണർ. ഇതെന്താ സംസം കിണറാണോ? അയോധ്യയിൽ സംസം കിണർ വരില്ലല്ലോ. ജ്ഞാനവാബി എന്ന് പറഞ്ഞാൽ അത് ശിവനുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ടൈമാണ്. കാരണം ഭാരതീയ സങ്കല്പം അനുസരിച്ച് ശിവൻ ദക്ഷിണാമൂർത്തിയുടെയാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനമാണ്. അറിവിന്റെ ഒരു ദേവതയാണ് ദക്ഷിണാമൂർത്തി. എല്ലാ ശിവക്ഷേത്രങ്ങളിലും തെക്കേ ഖനദ്വാരത്തിൽ ദക്ഷിണാമൂർത്തി ഉണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ കാശി വിശ്വനാഥനെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കൂടെ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്ഷേത്ര പരിസരത്തുള്ള ദിവ്യമായ കിണറ്റിൽ നിന്നുള്ള തീർത്ഥമെടുത്ത് ആചരിച്ചാൽ, കുടിച്ചാൽ അത് വിദ്യാവർദ്ധനവിന് കാരണമാകും എന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനവാബി എന്ന് പറയുന്നത്. ആ ജ്ഞാനവാബിയുടെ മേലെയാണ് ഇപ്പോൾ ഇവർ മസ്ജിദ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം വരുന്ന സമയത്ത് പള്ളിപ്പറമ്പിലെ രാമൻ എന്ന പ്രയോഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ പള്ളിപ്പറമ്പിലെ ശിവൻ എന്നുകൂടി കേൾക്കേണ്ടി വരും. അമ്പലപ്പുറമ്പിലെ മസ്ജിദുകളുടെ ഒരു കഥ വേണം ഞാൻ പറയാം. ഇങ്ങ് കേരളം തൊട്ടുള്ള കഥ ഞാൻ പറയാം. വിത്ത് എവിഡൻസ് ആണ്. കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം ചേരമൻ പള്ളിയാണ്. ചേരമൻ പള്ളി, കൊടുങ്ങല്ലൂരെ ചേരമൻ പള്ളി ഭദ്രകാളി ക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന കട്ടയും കല്ലും ഒക്കെ കൊടുത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഹിന്ദു സൗഹാർദ്ദത്തോടുകൂടി അവർക്കൊരു മസ്ജിദ് പണിയാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നു. ഇനി ഈ കോഴിക്കോട്, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന കോഴിക്കോടേക്ക് വരാം. കോഴിക്കോട്ടെ ആദ്യത്തെ മുസ്ലിം പള്ളി പണിഞ്ഞു കൊടുത്തത് ആരാണ്? കോഴിക്കോട് സാമൂതിരിയാണ്. കോഴിക്കോട് സാമൂതിരി പണിഞ്ഞു കൊടുത്ത മുസ്ലിം പള്ളിയിലാണ് ഇവിടുത്തെ അന്ന് ഇവർ കച്ചവടക്കാരായിട്ടാണ് ഇവർ വരുന്നത്, ആരാധന നടത്തുന്നത്. എന്ന് മാത്രമല്ല, തുറയില് അന്ന് ആരാധന നടത്താൻ അംഗബലമില്ല എന്ന് പറഞ്ഞപ്പോൾ തുറയിലെ ഹിന്ദുക്കളായ മുപ്പവരോട് ഒരു മകനെയെങ്കിലും നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വിടണം എന്ന് പറഞ്ഞ് അംഗബലം ഉണ്ടാക്കി കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട്. എന്നിട്ട് ആ കോഴിക്കോട്ടെ സാമൂതിരിയുടെ പിന്മുറക്കാരായ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന മുസ്ലിം സോക്കോൾഡ് മുസ്ലിം സമൂഹം തിരിച്ചു കൊടുത്തതാണ് മാറാട് കൂട്ടക്കൊലയാണ് തിരിച്ചു കൊടുത്തത്. ഇതാണ് പാരമ്പര്യം. ഇത് എത്ര എക്സ്പ്ലോസീവ് ആണെന്ന് ആർക്ക് തോന്നിയാലും ഈ വസ്തു നമ്മൾ അംഗീകരിച്ചേ മതിയാകും. ഇനി എത്ര ഞങ്ങളുടെ ഉദാഹരണം ഞാനിവിടെ ഇപ്പോൾ ഇവിടെ വിളിപ്പാടകലെ ഞാൻ ഇപ്പൊ ഈ കാശിയിലെ അയോധ്യയിലേക്ക് ഒന്നും പോണ്ട. ഞാനൊരു 30 വർഷം മുന്നേ ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് അന്വേഷിച്ച് മലപ്പുറം ജില്ലയിലെ ചില ക്ഷേത്രങ്ങൾ കാണാൻ പോയി. ഞാൻ നിരവധി ക്ഷേത്രങ്ങളൊന്നും തകർന്നു കിടക്കുന്നത്. ഇതെന്താ ഭൂകമ്പം ഉണ്ടായിട്ട് തകർന്നാണോ? എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും ഇത് മാപ്പിള കലാപകാരികൾ തകർത്തതാണ്, ഇത് ടിപ്പുവിന്റെ പടയോട്ടത്ത് തകർത്താണ്. അങ്ങനെ ഇവിടെ അമ്പലത്തറ UP സ്കൂൾ, അതായത് ഈ ചാലിയാർ പുഴ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വാഴക്കാട് പഞ്ചായത്തുണ്ട്. 30 വർഷം മുമ്പത്തെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. 30 വർഷം മുന്നേ അമ്പലത്തറ UP സ്കൂൾ കാണാൻ പോയി ഞാൻ. എന്താണ് ഈ സ്കൂളിന്റെ പേര് അമ്പലത്തറ UP സ്കൂൾ ആകാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രഭൂമി ഇന്ന് ഒരു മുസ്ലിമിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത് മാപ്പിള കലാപകാലത്ത് തകർത്തതാണ്. ആ ക്ഷേത്രത്തിന്റെ മേലെ സ്കൂൾ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് അമ്പലത്തറ UP സ്കൂൾ. ഇത് വേണമെങ്കിൽ പോയി നോക്കാം. പക്ഷേ അതിനപ്പുറത്തൊരു കാഴ്ച ഞാൻ കണ്ടു. അതെന്താണെന്നറിയോ? അവിടുത്തെ മൂത്രപ്പുരയുടെ ഓവുചാല് നിർഗമന നാളിയാണ് വെച്ചിരിക്കുന്നത്. ശ്രീകോവിലിലെ നിർഗമന നാളി, അഭിഷേക തീർത്ഥം ഒഴുകി വരുന്ന നിർഗമന നാളിയിൽ കൂടെ തന്നെ മുസ്ലിം കുട്ടികൾ, അവിടെ 90% മുസ്ലിങ്ങളാണ് പഠിക്കുന്നത്, മൂത്രമൊഴിക്കണമെന്ന ശാഠ്യമാർക്കാണുള്ളത്. ഇതിന്റെ പേരാണ് ഈ വിഗ്രഹാരാധനക്കെതിരെ നടത്തുന്ന യുദ്ധം വിശുദ്ധമാണെന്നാണ് ഇസ്ലാം കരുതുന്നത്. അതിന്റെ ഭാഗമാണ് കാശി, അതിന്റെ ഭാഗമാണ് അയോധ്യ, അതിന്റെ ഭാഗമാണ് മധുര എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് സൗര സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് സൂര്യാരാധന. കേരളത്തിൽ സജീവമായിരുന്ന സൂര്യാരാധന. ആ സൂര്യക്ഷേത്രങ്ങളൊക്കെ പലതും മൺമറഞ്ഞു പോയി. ഇന്നിപ്പോ കേരളത്തിൽ സൂര്യക്ഷേത്രങ്ങൾ എന്റെ അറിവിൽ 2 എണ്ണമേ ഉള്ളൂ. അപ്പൊ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു അങ്ങനെയല്ല, 3 എണ്ണം അടുത്ത കാലത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് കണ്ണൂരാണ്, പാനൂരാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് പാനൂർ എന്ന് പറയുന്നത് ഭാനുപുരമാണ്. ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ. ആ ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ടക്കാലത്താണ് തകർത്തത്. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ മേലെ ഇന്ന് മുസ്ലിം പള്ളിയാണ്. പാനൂർ ടൗണിന്റെ നടുവിൽ ഈ ഉഖന ഇന്നിപ്പോ നമ്മുടെ ഈ പെനട്രേറ്റിംഗ് ക്യാമറയൊക്കെ ഉണ്ട്. ധൈര്യം തന്നെ ഇവര് പരിശോധിക്കാൻ അനുമതി കൊടുക്കട്ടെ. അങ്ങനെ അതാണ് അതിലൊന്നും ഇവിടെ ഏറ്റവും സംഭവിച്ചു പോയതാണ്. അതെ, അതുകൊണ്ടാണല്ലോ പറഞ്ഞത് കാശി മധുരം ബാക്കി. നമുക്ക് ഇതിലൊരു കോംപ്രമൈസിൽ എത്താം. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രബലമായ പ്രസ്ഥാനം പറയുന്നു, അതിന്റെ സർസംഘചാലകൻ പറയുന്നു, അങ്ങനെ ഒരു ഒത്തുതീർപ്പ് വന്നാൽ പോലും അല്ല, അത് ഞാൻ പറഞ്ഞു കൊടുത്തേക്കോട്ടെ. ആ പരമോദിന്റെ സർസംഘചാലകൻ പറയുന്നു എല്ലാ പള്ളിയുടെയും അടിയിൽ നിങ്ങൾ വിഗ്രഹം തിരയേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് മറക്കാം. പക്ഷേ മുസ്ലിങ്ങൾക്ക് കാബ പോലെ, ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെ ഏറ്റവും പവിത്രമായ 3 ക്ഷേത്രങ്ങൾ, അതിന്റെ പേരെ തന്നെ മസ്ജിദ് വെക്കണം എന്താ നിർബന്ധം? ഇപ്പൊ കാശിയിലെ അയോധ്യയിലെ മനോഹരമായ ഒരു മസ്ജിദ് പണിയാൻ അവിടെ ഉണ്ടായിരുന്ന 2.70 സ്ഥലമായിരുന്നെങ്കിൽ ഇത് 5-6 ഏക്കർ കൊടുത്തിരിക്കല്ലേ. ഇതിൽ വിശാലമായിട്ട് പള്ളി പണിയാമല്ലോ. അപ്പൊ പള്ളി ഈ പറയുന്ന പ്രോപ്പർട്ടിയോട്, ഈ പറയുന്ന സ്ഥലത്തോട് വൈകാരിക ബന്ധമുള്ളത് ഹിന്ദുവിനാണ്.
അവർക്കൊരു ആരാധനാലയമാണോ വേണ്ടതെങ്കിൽ വളരെ നിഷ്പ്രയാസം അത് മാറ്റി സ്ഥാപിക്കാം. രണ്ട് വിഭാഗങ്ങൾ തമ്മിലൊരു ഒത്തുതീർപ്പിൽ എത്തിയാൽ പോലും രാം കെ നാം പോലുള്ള ഡോക്യുമെന്ററികൾ കാണേണ്ടി വരും നിശ്ചയമായിട്ടും. കാരണം ഇത് എങ്ങനെ വർഗീയമായി, അതാണ് ഞാൻ പറഞ്ഞത്, BJP അല്ല വർഗീയ മുതലെടുപ്പ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇവിടുത്തെ എല്ലാ വർഗീയ കാലുഷ്യങ്ങൾക്കും വഴിമരുന്നിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കാര്യങ്ങൾ, രാം ജന്മഭൂമിയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയ സമയത്ത് അതിനെ അട്ടിമറിച്ചത് ആരാണ്? ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ഇടതുപക്ഷ കുബുദ്ധിജീവികളാണ്. അതാണ് കെ മുഹമ്മദ് പറഞ്ഞത്. ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണെങ്കിലും ഇപ്പൊ കാശിയിലാണെങ്കിലും ഇത് പരമാവധി മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ആരാണ്? BJP അല്ല. ഇത് വർഗീയമായി ഉപയോഗിക്കാനും വോട്ട് വാങ്ങി വർദ്ധിപ്പിക്കാനും ഇന്ന് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ സതീശനൊക്കെ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവന കേരളത്തിൽ ഇറങ്ങുന്നത്. കാരണം ഇപ്പൊ അവരൊരു മുന്നണിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഒരു മുന്നണി ആയതുകൊണ്ട് അത് വളർന്ന് പൊട്ടിത്തകർന്ന് നാശമായെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അയോധ്യക്കെതിരാണ്, അവർ കാശിക്കെതിരാണ്. ആരോമൽ ഇതാരാണെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ കുറച്ച് നേരത്തെ എനിക്ക് കിട്ടിയതാ. മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ലൈവിൽ ഇദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ബഹുദൈവാരാധകരോട്, ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും തീർത്താൽ തീരാത്ത പകയാർക്ക? എന്തിനാ? എല്ലാ മതവിഭാഗവും ഈ ഭൂമിയിൽ ജീവിച്ചു പോകട്ടെ. ഇതെന്താ ഞങ്ങൾ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ? ഞങ്ങൾക്ക് മാത്രമേ ആരാധനാലയങ്ങൾ പാടുള്ളൂ? ഞങ്ങൾക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ പാടുള്ളൂ? ഞങ്ങൾക്ക് മാത്രമേ മതം പാടുള്ളൂ? ഞങ്ങൾക്ക് മാത്രമേ സംവരണം പാടുള്ളൂ? ഇത് എവിടുത്തെ നിയമമാണ്? അതിനിടയ്ക്ക് ഷാൻ എന്ന് പറയുന്ന ഒരുത്തൻ ലൈവിൽ വന്നിട്ട് ഒരു നൈറ്റിന് എത്രയാ റേറ്റ് എന്ന്. ഇവന്റെ ഉമ്മയും പെങ്ങളും മകളും ഒക്കെ പോയി ശീലമുള്ളത് കൊണ്ടല്ലേ. ഉമ്മ ഓരോ ദിവസവും പോയിട്ട് കൊണ്ടുവരുന്ന പണത്തിന്റെ തൂക്കം കണ്ടിട്ടല്ലേ മറ്റൊരു സ്ത്രീയോടും അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഇവരെ ലിംഗം കൊണ്ടാണ് ചിന്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും എന്ന് പറയാൻ കാരണം ഇതാണ്. ഇപ്പോൾ ഇദ്ദേഹം മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിച്ചത് കണ്ടില്ലേ? മാലിക് ബിൻ ദീനാറും അദ്ദേഹത്തിന്റെ സംഘവും ഈ നാട്ടിലേക്ക് വരുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ കേരളത്തിൽ ചെയ്തു കൊടുത്തത് ആരായിരുന്നു? നമ്മൾ പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഒന്ന് പറയട്ടെ. പാവങ്ങളായിരുന്നു ഈ ഈത്തപ്പഴും ഉണക്കമീനുമായിട്ട് ജീവിക്കുന്ന അറബികളായിരുന്നു പാവങ്ങള്. 56-ൽ പെട്രോൾ വന്നതിന് ശേഷം ഗൾഫായി മാറിയത്. ഗൾഫ് ഉണ്ടാകുന്നത് 56-ന് ശേഷം. ഈ അറബികളുടെ കയ്യിൽ കുറച്ച് കാരക്കയും വെള്ളം അല്ലാതെ വേറെ ഒന്നുമില്ല. അറബികൾ പറഞ്ഞു, രാജാവേ, പള്ളി ഉണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങൾ തന്നെ അതിനൊരു പരിഹാരം ചെയ്തു തരണം. ഹിന്ദു രാജാവ് പറഞ്ഞു, ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നേരം വിളിക്കുമ്പോ കൊട്ടാരത്തിൽ ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സഹോദരന്മാര്, എന്താ പറഞ്ഞത്? നമ്മുടെ സഹോദരന്മാര് മക്കത്ത് നിന്ന് വന്ന അറബികള്, മുസ്ലിങ്ങള്, അവർക്ക് പള്ളി ഉണ്ടാക്കണം, നമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം. അപ്പൊ അതിലൊരു ഹിന്ദു നീച്ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, നമ്മൾ കയ്യിൽ നിൽക്കൊന്നും വേണ്ട, കൊടുങ്ങല്ലൂര് ക്ഷേത്രനഗരി എന്നാണ് പറയാ. ക്ഷേത്രനഗരിയാ, എന്റെ നാടാ കൊടുങ്ങല്ലൂര്, ക്ഷേത്രനഗരിയാണ്. ആ കൊടുങ്ങല്ലൂര് ഒരു കാലി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടലും ഇഷ്ടികൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കല്ലും വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന്. രാജാവ് പറയുകയാണെങ്കിൽ ആ അമ്പലത്തിന്റെ കല്ലും ഇഷ്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ വെച്ചു. മാലിക് ദിനാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ ആരും വേണ്ടില്ല, ഞങ്ങൾക്ക് പള്ളി ഉണ്ടായാൽ മതിയോ. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാ ഇത് തന്നെയല്ലേ ആ മനുഷ്യനും പറഞ്ഞു വെച്ചത്? ഇവിടെ വന്ന മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാനും ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാക്കാനും വീടുണ്ടാക്കാനും മസ്ജിദ് ഉണ്ടാക്കാനും ഒക്കെ ഇവിടത്തെ മതേതര ഹിന്ദുക്കൾ സഹകരിച്ചതുകൊണ്ടും സഹായിച്ചതുകൊണ്ടും അവരെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ച് ഹൃദയത്തിൽ കയറ്റി ഇരുത്തുകയും ചെയ്തതുകൊണ്ടാണ് അവർക്കതിനൊക്കെ കഴിഞ്ഞത്. ഇപ്പോ അവര് പറയുന്നു, ഞങ്ങൾ മാത്രം മതി ഇനി ഇവിടെ, നിങ്ങൾ ആരും ഇനിയും ഇവിടെ വേണ്ട എന്ന് പറയുന്നു. ഇത് അനീതിയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മള് കൊടുങ്ങല്ലൂർ പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ കാലിക്ഷേത്രത്തിന്റെ വെട്ടുകല്ലാണ്. അത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. അപ്പൊ നമ്മള് ബാബരി മസ്ജിദിന്റെ വിഷയത്തില് ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട്
ഹിന്ദു സഹോദരന്മാർക്ക് അത് കോടതി പറഞ്ഞതിൽ വേദനിച്ച് വപ്രാളപ്പെട്ട് ഈ നെഞ്ഞത്തടിച്ച് അതിനെ പുനഃപരിശോധിച്ച് ഒരു റിവ്യൂ പെറ്റീഷനായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങ് വിട്ടുകൊടുത്താളെ. ആദ്യമായിട്ട് അമ്പലത്തിന്റെ കട്ടള തന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കളാ. ഇതൊക്കെ ചിലപ്പോൾ നമ്മളും കൊടുത്തു വരും പറയുമ്പോൾ, ആ ഞങ്ങൾ അമ്പലത്തിന് കൊടുക്കാറുണ്ട്, പൂരണ്ടായ പിരിവ് കൊടുക്കാറുണ്ട്, നേർച്ചുണ്ടായ ഞങ്ങൾ കൊടുക്കാറുണ്ട്, ഞങ്ങൾ ഇവിടെ ഇവിടെ വലിയ അമ്പലത്തിന് പിരിവ് വയ്ക്കുമ്പോൾ ഞങ്ങൾ ആദ്യമാരെ 1000 10,000 കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കും. പക്ഷെ ചോദിച്ചാൽ കൊടുക്കാത്തൊരു സാധനം ഉണ്ട്. അതെന്താണെന്നറിയോ? 14 അറബികൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഇസ്ലാം മത പ്രചരണത്തിന് സൗദി അറേബ്യയിൽ നിന്ന് വന്നപ്പോ മുളക്ക് മോനെ അതിൽ 12 പുരുഷന്മാരും 2 സ്ത്രീകളും ഉള്ളു. 12 പുരുഷന്മാരും 2 സ്ത്രീകളും. ബാക്കി 10 ആൾക്ക് കല്യാണം കഴിക്കണം. എവിടുന്ന് കിട്ടും പെണ്ണ്? എവിടുന്ന് കിട്ടും പെണ്ണ്? ഇന്ന് ജാതിക്ക് ജാതി തന്നെ പെണ്ണ് കൊടുക്കാത്ത കാല. ആ കാലം 1400 കൊല്ലം മുമ്പേ ജാതീയത കൊണ്ട് പൊറിഞ്ഞുമുട്ടിയിരുന്ന കാലം. അതാണ് കുമാരനാശൻ പറഞ്ഞത്, എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കണ്ട ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുങ്ങിട ചെറ്റും പഠിക്കണ്ട നമ്പൂരാരെ. തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോ തമ്മിലുണ്ണാത്തൊരിങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. നായർ നടക്കുന്ന വഴിയിലൂടെ ചെറുമന് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം. ബ്രാഹ്മണൻ നടക്കുന്ന വഴിയിലൂടെ ഇഴവരെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം. മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം. വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴിയില് താഴ് ജാതിക്കാരന് തുപ്പാൻ പാടില്ല. അവന്റെ കഴുത്തിൽ ചിരട്ട കെട്ടി തൂക്കുന്ന കാലം. അങ്ങനത്തെ ഒരു കാലത്ത് ഇവിടെ കയറി വന്ന മുസ്ലിങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞു, ഞങ്ങൾക്ക് 10 ആൾക്ക് കല്യാണം കഴിക്കണം, അതിന് പെണ്ണുങ്ങൾ തന്നെ വേണം, ഭാര്യമാരെ തരുമോ എന്ന് ചോദിച്ചു. രാജാവിനോട് തന്നെ ഇതൊക്കെ ചോദിക്കണേ, ഹിന്ദു രാജാവിനോട്. രാജാവ് പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ ഞാൻ കൊട്ടാരത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കട്ടെ, എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാറ്. മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ ഹിന്ദുക്കളെ പങ്കെടുത്തതൊക്കെ. രാജാവ് ചോദിച്ചു, നമ്മുടെ സഹോദരന്മാര് ആ സൗദി അറേബ്യയിൽ നിന്ന് വന്ന അറബികൾക്ക് 10 ആൾക്ക് പെണ്ണ് കൊടുക്കണം. ആരാണ് അവർക്ക് ഭാര്യയായി വാഴാൻ തയ്യാറുള്ളത്? ഭാര്യയായി വാഴാൻ പോരാ, അവര് മുസ്ലിം ആകും വേണം. ഹിന്ദു മുസ്ലിമും തമ്മിൽ കല്യാണം നടക്കില്ലല്ലോ കാലത്തൊന്നും. അതുകൊണ്ട് അവർ മുസ്ലിം ആവണം. ആര് തയ്യാറുണ്ട്? ഈഴവ സ്ത്രീകള്, ബ്രാഹ്മണ സ്ത്രീകള്, നായർ സ്ത്രീകള്, പുലയ സ്ത്രീകള് ജാതി നോക്കാതെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങള് അംബിക എന്ന പേര് മാറ്റി ആമിനാക്കി, ശാരദ എന്ന പേര് മാറ്റി നബീസാദാക്കി, കൺവെർട്ട് ചെയ്തിട്ട് മുസ്ലിമായി. മുസ്ലിങ്ങൾക്ക് പെണ്ണ് കൊടുത്തത് ഹിന്ദുക്കൾ. ഇപ്പൊ എന്റെ പേര് മുഹമ്മദ് അലി, ഫുൾ നെയിം മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി. എന്റെ പാപ്പന്റെ പേര് മുഹമ്മദ്, അതിന്റെ പാപ്പന്റെ പേര് ആലിക്കുട്ടി, അതിന്റെ പാപ്പന്റെ പേര് അബ്ദുൽ ഖാദർ, അതിന്റെ പാപ്പന്റെ പേര് കോയക്കുട്ടി, അതിന്റെ പാപ്പന്റെ പേര് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇത്ര തന്നെ കിട്ടാൻ ഞാൻ പെട്ട പാട് ചില്ലറല്ല. എന്റെ വാപ്പന്റെ 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 വാപ്പ ആരാന്നറിയോ? ഗോപാലകൃഷ്ണൻ. ഇങ്ങടിയാതെ ഈ സദസ്സിലിരിക്കുന്ന എല്ലാ മുസ്ലിമിന്റെയും വാപ്പാട 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 വാപ്പ ഗോപാലകൃഷ്ണൻ. കാലിത്തള്ള. നമ്മളൊക്കെ ഗോപാലകൃഷ്ണന്റെ കാലിത്തള്ളടി മക്കളാണോ? പറയാൻ ബേജാറുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഒരു പൊലീസ് സ്ത്രീയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ? ഒരു താഴ്ന്നവർഗക്കാരുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ? ഇത്ര വലിയ സൗഹാർദ്ദം ഈ രാജ്യത്ത് ഹിന്ദുക്കളല്ലാതെ വേറെ ഏത് മതമാണ് ഇസ്ലാമിനോട് കാണിച്ചത്? അതിൽ എത്ര വിട്ടുവീഴ്ചയുടെ ഏത് അതിരി വരെ നമുക്ക് പോകുന്നതിന് എന്താണ് തെറ്റുള്ളതെന്ന് ഈ നിബിധനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ വായിക്കണം. ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് പെണ്ണ് കൊടുത്ത ഹിന്ദുക്കൾ, അമ്പലത്തിന്റെ കട്ടള കൊടുത്ത ഹിന്ദുക്കൾ, ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നവർക്ക് ഒരു പള്ളിക്കല്ല സ്ഥലം കൊടുത്തത്, 58 പള്ളി പണിതിട്ടേ മാലിക്കുദ്ദീനാർ കേരളത്തിൽ നിന്ന് പോയതായി ചരിത്രം പറയുന്നത്. ഏത്? ഈ വിഴിഞ്ഞത്തെ പള്ളി, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തെ പള്ളി ഉണ്ടല്ലോ, അത് മാലിക്കുദ്ദീനാർ പണിത പള്ളിയാ, അറബി പണിത പള്ളിയാ, സ്ഥലം കൊടുത്തത് ഹിന്ദുക്കളാ. തലശ്ശേരിക്കടുത്ത് ധർമ്മടത്തെ പള്ളി മാലിക്കുദ്ദീനാർ പണിത പള്ളിയാ, സ്ഥലം കൊടുത്തതാരാ? ഹിന്ദുക്കളാ. പള്ളിക്ക് മെറ്റീരിയൽസ് കൊടുത്തതാരാ? ഹിന്ദുക്കളാ. കാസർഗോഡ് മാലിക്കുദ്ദീനാർ പള്ളി, ആ പള്ളി പണിതതാരാ? മാലിക്കുദ്ദീനാറാ. സ്ഥലം കൊടുത്തതാരാ? ഹിന്ദുക്കളാ. മറ്റുള്ള വസ്തുക്കൾ കൊടുത്തതാരാ? ഹിന്ദുക്കളാ. അങ്ങനെ 58 പള്ളി കേരളത്തിൽ പണിയുമ്പോ 58 പള്ളിക്ക് സ്ഥലം കൊടുക്കുകയും അതിനുള്ള മെറ്റീരിയൽസ് കൊടുക്കുകയും ചെയ്ത ഹൈന്ദവ സമുദായം നമുക്ക് മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ മതസൗഹാർദ്ദം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ കാരുണ്യവാനാണെന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവണോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിഫലിച്ച് കാണിച്ചു കൊടുക്കണം. ഇത് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി നബിദിനത്തിന്റെ പ്രഭാഷണം ആളുകളെ ഉദ്ഘോഷിപ്പിക്കുവാണ്. അതിനിടയിൽ ഒരു മുജീബ് കോഴിക്കോടൻ വന്നിട്ട് പറയാണ് അവന്റെ ഉമ്മ വെടിയാണെന്ന്. വാപ്പാക്കറിയാമോ മുജീബേ?
അതോ വാപ്പായും കൂടി അറിഞ്ഞിട്ട്, വാപ്പായും നീയും കൂടി അറിഞ്ഞിട്ട് ഉമ്മായി പണിക്ക് ഇറക്കി വിട്ടതാണോ? അതിന്റെ പണം പറ്റുന്നത് നീ തന്നെയല്ലേ? റേറ്റ് കുറവാണെങ്കിൽ ഷാൻ എന്നും പറഞ്ഞ് ഒരുത്തൻ ഈ കമന്റ് ബോക്സിനകത്ത്, ഈ ചാറ്റ് ബോക്സിനകത്ത് കറങ്ങി നടപ്പുണ്ട്, അവനെ വിളിക്ക്. നല്ല പൈസ വാങ്ങിത്തരും, വില പേശാൻ മിടുക്കന, നല്ല പൈസ വാങ്ങിത്തരും. എന്തുകൊണ്ടാണ് ഇവര് വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായോ? മറ്റേതു മതത്തെക്കാളേറെ ഇസ്ലാം എന്ന മതവും മുസ്ലിങ്ങളും ഇസ്ലാം മത പ്രമാണങ്ങളും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും കാരണം അതാണ്. മുജീബെ, നിന്റെ ഉമ്മയോട് ചോദിക്ക്, ഉമ്മ വെടിവെക്കാൻ പോകുമ്പോ എത്രയാണ് റേറ്റ് എന്ന്. നീ എന്നോട് ചോദിച്ചിട്ട് എനിക്ക് എന്തറിയാടാ? ചിലപ്പോ ഉമ്മ പോകുമ്പോഴേ വാപ്പയായിരിക്കും പണം വാങ്ങുന്നത്, വാപ്പ ആണല്ലോ വിടുന്നത്. അതോ മുജീബ് തന്നെയാണോ വാങ്ങിക്കുന്നത് ഉമ്മയെ വിട്ടിട്ട്? ഉമ്മ വെടിവെച്ച് കിട്ടുന്ന പണവും കൊണ്ടാണല്ലേ മുജീബും വാപ്പായും സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നത്. സാരമില്ലടാ, നിങ്ങളുടെ വീട്ടിലൊക്കെ പിന്നെ കുഴപ്പമുണ്ടാവൂല. വാപ്പാക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നീ ഇപ്പൊ പ്രശ്നമാക്കിയിട്ട് കാര്യമുണ്ടോ? സാരമില്ല, അങ്ങനെ വെടിവെച്ച മോനാ നീയല്ലേ, സാരമില്ലടാ. നിനക്ക് കുഴപ്പമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം എടാ, ഉമ്മായെ വെടിയാണെന്നും വാപ്പായെ ഉമ്മ കള്ളവെടി വെച്ചിട്ട് വന്ന് കൊണ്ടുവന്ന് തിന്നുന്ന ആളാണ് വാപ്പാന്നും ഒക്കെ പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടടാ. ജീപ്പേയാണെന്ന് മുജീബ് കോഴിക്കോടന്റെ ഉമ്മ പോയിട്ട് ജീപ്പേയിലൂടെയാണ് വാപ്പ പണം വാങ്ങുന്നതെന്ന്. കൊള്ളാം, അടിപൊളി കേട്ടോ. സുന്നത്തെടുത്ത പ്രതിഫലമൊക്കെ കിട്ടും കേട്ടോടാ. നബിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നല്ലോ, 30 പുരുഷന്റെ ശക്തി ഉണ്ടായിരുന്നില്ലേ? കുഫൈത്തൊക്കെ അള്ളാഹു കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തിട്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവിടെ വളരെ സൗഹാർദ്ദപരമായി സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് മതവിദ്വേഷം പഠിപ്പിച്ചത് മുസ്ലിങ്ങളാണ്. തന്നെയുമല്ല, ഇപ്പോ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ ഭൂമി പിടിച്ചെടുത്തുകൂടി തുടങ്ങിയിരിക്കുന്നു. അതാണ് വഖഫ്. ഇവർക്ക് എന്ന് ബോധോദയം ഉണ്ടാകുമെന്ന, എന്ന് നേരം വെളുക്കുമെന്ന, സാധാരണക്കാരായ കാഫിറുകളുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുവരൂ, നിങ്ങൾക്ക് ഞാൻ അവാർഡുകൾ തരാം, നിങ്ങൾക്ക് ഞാൻ എമ്പാടും ഹൂറികളെ തരാം എന്ന് പറയുന്ന കാരുണ്യവാനായ ഈ അള്ളാഹു എന്ത് സന്ദേശമാണ് നമ്മളെ പോലെയുള്ള കാഫിറുകൾക്ക് മുർത്തദ്ദുകൾക്ക് നൽകുന്നത്? ഈ സന്ദേശം ഈ ഗ്രന്ഥത്തിൽ നിന്ന്, ഈ മതത്തിൽ നിന്ന്. മനസ്സിലായോ? ഇത് നമ്മളെ കൊണ്ട് ഇവർ പറയിപ്പിക്കുന്നതാ, പറയണമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല. ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ നേരം വെളുത്തു. അവരുടെ പ്രോപ്പർട്ടി പിടിച്ചടക്കാനും അവരെ അനാവശ്യമായി ചൊറിയാനും തുടങ്ങിയപ്പോ അവര് ശരിക്ക് കാര്യങ്ങൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവര് തിരിച്ചടിക്കാൻ തുടങ്ങി. നല്ല രൂപത്തിൽ അവര് പ്രതികരിക്കാൻ തുടങ്ങി. മ്യൂസിക് ഉണ്ടോ എന്നറിയില്ല. അവരുടെ അടാറ് പ്രതികരണം നോക്കിക്കോ. കോൺഗ്രസ് അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ ബിഷപ്പിനോട് ചെന്ന് സംസാരിക്കുകയും ബിഷപ്പ് നേരിട്ട് ഹൈബീഡൻ സാറെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഹൈബീഡൻ സാറിന്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് രൂപതയും അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾ എല്ലാവരും തന്നെ എല്ലാ സംഘടനകളും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ചിന്തയോട് കൂടിയാണ് ഇപ്പോൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടവക വികാരി എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഇടവജനങ്ങളുടെ സങ്കടവും വേദനയിലൊക്കെ പങ്കുചേരേണ്ടതാണ്. ഈ ഒരു ദുഃഖത്തിൽ വിശ്വാസികൾ എങ്ങനെയാണ് അച്ഛനടുത്തേക്ക് വരുന്നതും പറയുന്നത്? അവരുടെ ഒത്തിരി നിരാശരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് 2019 മുതൽ പല രീതികളിൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടും ഒരു അന്ത്യം വരാത്തൊരവസ്ഥയിലാണ്. നമുക്കറിയാം, കോടതികളിലെ കേസുകളാണെങ്കിൽ ഒത്തിരി വർഷങ്ങളോളം നീണ്ടുപോകും. അതേസമയത്ത് അവരുടെ ഭാവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് മക്കള് ഉന്നത വിദ്യാഭ്യാസത്തിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥകൾ, അവർക്ക് കഴിവുകളുണ്ടെങ്കിൽ പോലും അവർക്കും പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ, അവരുടെ നിസ്സഹായ അവസ്ഥകൾ എപ്പോഴും വന്ന് പങ്കുവെക്കാറുണ്ട്. അവരുടെ ആശ്രയം എന്ന് പറയുന്നത് അവരുള്ള സ്ഥലവും വീടും ഒക്കെയാണ്. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും വേദനകൾ സഹിക്കാൻ പറ്റാത്തതാണ്. അതെല്ലാവരും ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, നിരാശരാകുന്നുണ്ട്. പക്ഷേ ഏതായാലും നമ്മൾ അവർക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രശ്നം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു.
ചിന്ത നമുക്കെല്ലാം. ജനങ്ങൾ അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വരുന്ന, അവരെ തെരുവിലാക്കാൻ വരുന്ന ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങി, പ്രതികരിക്കാനും തുടങ്ങി. അവരെ ഉണർത്തിയത് ഇവരാണ്. ഹിന്ദുക്കൾ പതുങ്ങിയത് ഒളിക്കാനായിരുന്നില്ല, കൊതിക്കാനായിരുന്നു. അവർ ശരിക്കൊരു ഒന്നൊന്നര ഉണരലായിപ്പോയി. സടകുടഞ്ഞെഴുന്നേറ്റ ആത്മവീര്യത്തോടുകൂടി അവർ പ്രതികരിച്ചു തുടങ്ങി. നന്ദി. ഓക്കെ, നന്ദി. ശുഭരാത്രി. ദിനു ഹായ്. മനോഹർ റെഡ്ഡി ഹലോ. ജിമോൻ, ജോമീസ് വ്ലോഗ്സ്, മനോഹർ റെഡ്ഡി, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അമ്മ ചെയ്യാം, ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. നമുക്ക് ചെയ്യാം. 35 വർഷത്തേക്ക് ഒരു ഉസ്താദിനെ ജയിലിൽ അടച്ചത് കണ്ടില്ലേ? നമുക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.